ചാമ്പ്യൻസ് ലീഗിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ബാഴ്സലോണ ന്യൂകാസലിനോട് 1-1 സമനിലയിൽ പിരിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. കഴിയാൻ നിമിഷങ്ങൾക്ക് മുമ്പ് കിട്ടിയൊരു പെനാൽറ്റി യമാൽ ഗോളടിച്ചിട്ടാണ് ബാഴ്സലോണ ന്യൂകാസലിനെ സമനിലയിൽ കുരുക്കിയത്. ന്യൂകാസലിൻ്റെ ഹോം ഗ്രൗണ്ടായ സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് കളി നടന്നത്. ബാൺസാണ് നമ്മുടെ ന്യൂകാസലിന് വേണ്ടി ബാൺസാണ് 86-ാമത്തെ മിനിറ്റിൽ ന്യൂകാസലിന് ലീഡ് നേടിക്കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കളി ജയിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യ പാദ മത്സരം സെൻറ്റ് ജെയിംസ് പാർക്ക് ന്യൂകാസലിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിരുന്ന മത്സരം ന്യൂകാസൽ ജയിച്ചു എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് 95-ാം മിനിറ്റിൽ യമാൽ 96-ാം മിനിറ്റിൽ യമാൽ ഒരു പെനാൽറ്റിയിലൂടെ ബാഴ്സലോണ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്ന് ഈക്വലാണ്. ഇനിയിപ്പോൾ അടുത്ത പാദം ബാഴ്സലോണയുടെ ന്യൂ കാമ്പിൽ നടക്കുമ്പോൾ അപ്പോൾ ഹോം സപ്പോർട്ടും കൂടി അവർ വിനിയോഗിച്ച് ബാഴ്സലോണ മിക്കവാറും ജയിക്കേണ്ട സാധ്യതയാണ് ഞാൻ കാണുന്നത്. ന്യൂകാസലിനെ എഴുതി തള്ളില്ല, പക്ഷേ ഈവൻ ഇപ്പോൾ ഈക്വലാണ്, 1-1 0-0 തുടങ്ങാം ബാഴ്സലോണയ്ക്ക്. അത് ഹോം ഗ്രൗണ്ടിലാവുമ്പോൾ അഡ്വാൻറ്റേജ് അവരെടുത്തിട്ട് മിക്കവാറും ബാഴ്സലോണ കയറാൻ സാധ്യതയുണ്ട്. എനിവേ ബാഴ്സലോണയുടെ കിഡിലൻ ഹാൻസി ഫ്ലിക്കിൻ്റെ ഈ കിഡിലൻ ടീമിനെ സമനിലയിൽ കുരുക്കാൻ പറ്റി എന്നുള്ളത് ന്യൂകാസലിൻ്റെ ആത്മവിശ്വാസം കൂട്ടും. പക്ഷേ ആത്മവിശ്വാസം ന്യൂ കാമ്പിലും അവർ കാണിക്കണമെന്നേ ഉള്ളൂ. കാരണം ന്യൂ കാമ്പ് എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ഇപ്പോഴത്തെ ടീം ന്യൂ കാമ്പിൽ ഈ ന്യൂകാസലിനെ അടിച്ച് വീഴ്ത്തുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി പെർഫോമൻസാണ് ന്യൂ കാമ്പിൽ ബാഴ്സലോണ കാഴ്ചവെക്കുന്നത്. കാരണം കൊണ്ട് ഈ 1-1 സമനില അടുത്ത പാദത്തിന് ഒരു ന്യൂകാസലിന് ഒരു കോൺഫിഡൻസ് കൂട്ടും. എങ്കിലും ബാഴ്സലോണ ജയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത മത്സരം ബയേൺ മ്യൂണിക്ക് വേഴ്സസ് അറ്റ്ലാന്റ. 6-1 ബയേൺ മ്യൂണിക്ക് അറ്റ്ലാന്റയെ ഇടിച്ച് താഴ്ത്തി. 6-1. അതും അറ്റ്ലാന്റയുടെ ഹോം മത്സരം എന്ന് അറിയണം. അറ്റ്ലാന്റ ഹോം മത്സരത്തിൽ 6-1 ബയേൺ അടിച്ച് താഴ്ത്തിയിരിക്കണത്. അപ്പം ഇനി സെക്കൻഡ് പാദം നടക്കുന്നത് എവിടെയാണ്? ബയേണിൻ്റെ ഹോം ഗ്രൗണ്ട് അലയൻസ് അറീനയിൽ. ഒരു 5 കൂടി കിട്ടിയിട്ട് 10-11 ആവാൻ സാധ്യതയുണ്ട്. ഒരെണ്ണം അറ്റ്ലാന്റ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അറ്റ്ലാന്റയുടെ ഭാഗ്യം എന്ന് മാത്രം പ്രതീക്ഷിക്കാം. അത് കാരണം കൊണ്ട് മുസിയാല, നാബ്രി തുടങ്ങിയ പ്രമുഖരൊക്കെ നമ്മുടെ ബയേണിന് വേണ്ടി ഗോളടിച്ചിട്ടുണ്ട്. ഈ ഗോളടി തന്നെ അവർ എന്തായാലും അവരുടെ ഹോം ഗ്രൗണ്ട് അല്ലേ. പക്ഷേ അവർ പരീക്ഷണത്തിന് മുതലും പുതിയ കളിക്കാർ നടക്കും. അവർ ഓൾമോസ്റ്റ് ജയിച്ചപ്പോൾ 6-1 5 ഗോൾ ഡിഫറൻസാണ്. ബയേൺ മ്യൂണിക്കിൽ പോയിട്ട് ബയേൺ മ്യൂണിക്ക് അവരുടെ ഹോം ഗ്രൗണ്ട് ബയേൺ മ്യൂണിക്ക് 2 അടിച്ച് കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് ജയിക്കും, പാട്ടും പാടി ജയിക്കും. അത് കാരണം കൊണ്ട് അതിലൊരു അട്ടിമറി പ്രതീക്ഷ എനിക്ക് ഇല്ല. എന്തായാലും അറ്റ്ലാന്റയെ ഗോൾ മഴയിൽ മുക്കിക്കൊന്നിട്ടാണ് ബയേൺ മ്യൂണിക്ക് അവരുടെ നാട് വിട്ടിരിക്കുന്നത്. 6-1. അടുത്ത മത്സരം അട്ടിമറി നമ്പർ 1. എൻ്റെ പ്രതീക്ഷയിൽ അട്ടിമറിയായിരുന്നു നമ്മുടെ ഗലറ്റാസറ വേഴ്സസ് ലിവർപൂൾ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗലറ്റാസറ ലിവർപൂളിനെ തോൽപ്പിക്കുന്നു. ഗലറ്റാസറയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഗലറ്റാസറെ 1-0 ലിവർപൂളിനെ തോൽപ്പിച്ചു. ലിവർപൂളിന് ജയിക്കാവുന്ന കളിയാണ്. ലിവർപൂളിന് കാലിബറും ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടോന്ന് അറിയില്ല. എനിവേ ലിവർപൂൾ തോറ്റു. ബോൾ പൊസിഷനിൽ ഈക്വലാണ് 50-50. പക്ഷേ ലിവർപൂൾ തോറ്റു. തോക്കാൻ പാടില്ലാത്തൊരു കളിയാണ്. നമുക്കറിയാം ഗലറ്റാസറെ അട്ടിമറി വീരന്മാരാണ്. പ്രീ ക്വാർട്ടറിൽ കയറാൻ വേണ്ടിയിട്ട് അവർ ലുവൻഡസിന് 5-2 തോൽപ്പിച്ച ടീമാണ്. ശരിയാണ്, അട്ടിമറി വീരന്മാരാണ്. പക്ഷേ ലിവർപൂൾ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷയാണ് ലിവർപൂൾ കളഞ്ഞു കൊടുത്തത്. പക്ഷേ 1-0 സ്കോറാണ്. ഇപ്പോൾ രണ്ടാം പാദം ആൻഫീൽഡിൽ വരുമ്പോൾ ഒരു ഗോളിൻ്റെ ലീഡ് മാത്രമേ ഗലറ്റാസറയ്ക്കുള്ളൂ. അട്ടിമറി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ലിവർപൂൾ തന്നെ ഒരു 3 അടിച്ച് ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇനി ആൻഫീൽഡിൽ പോയിട്ടും ഗലറ്റാസറ അട്ടിമറി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർനെ സ്ലോട്ടിൻ്റെ സ്ഥാനം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇമാതിരി ടീം ഉണ്ടായിട്ട് പോലും ആ ടീമിനെ മര്യാദയ്ക്ക് പരിശീലിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ കഴിയുന്നില്ലെങ്കിൽ ആർനെ സ്ലോട്ട് ആ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഓൾറെഡി പ്രീമിയർ ലീഗിലെ 7ാം സ്ഥാനത്തങ്ങോട്ടാണ് 6-7 സ്ഥാനത്തൊക്കെയാണ് ഡിഫെൻഡിങ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ഇരിക്കുന്നത്. ആ ഓർമ്മ വേണം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗലറ്റാസറെ ഹോം ഗ്രൗണ്ടിൽ ഗലറ്റാസർ 1-0 തോൽപ്പിച്ചു. എങ്കിലും നെക്സ്റ്റ് സെക്കൻഡ് ലീഗ് വരുമ്പോൾ ആൻഫീൽഡിലേക്ക് വരുമ്പോൾ ലിവർപൂൾ 2-3 ഗോൾ അടിച്ചിട്ട് ജയിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഗലറ്റാസർ അട്ടിമറി വീരന്മാരായ കാരണം കൊണ്ട് അറിയില്ല. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ ഇപ്പോൾ ലിവർപൂൾ തന്നെയാണ്. പക്ഷേ അട്ടിമറി എന്ന് പറയുമ്പോൾ അട്ടിമറി ലിവർപൂൾ ഗലറ്റാസറോട് തോറ്റു. നാണം കെട്ട തോൽവി തന്നെയാണ്, എല്ലാം ഞാൻ പറയില്ല. അടുത്തൊരു കളിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടായ മെട്രോപൊളിറ്റാനിൽ വെച്ച് നടന്ന കളിയിൽ 5-2 അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടനത്തിനെ തുരത്തി വിട്ടത്. 3 ഗോൾ ലീഡ്. പ്രീമിയർ ലീഗിൽ മോശം ഫോം തുടരുന്ന
ടോട്ടനം ഇത്തിരിയും കൂടി മെച്ചപ്പെട്ട അവസ്ഥ കാഴ്ചവെക്കുന്നത് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലാണ്. എന്നിരുന്നാൽ പോലും മോശം ഫോമിലൂടെ തുടരുന്ന ടോട്ടനത്തിൽ നിന്ന് ഇത്ര പ്രതീക്ഷിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അട്ടിമറിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ മുമ്പത്തെ പ്രഡിക്ഷനിലും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്വാർട്ടറിലേക്ക് കയറുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറമായിട്ടൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ റെലഗേഷൻ സോണിനോട് അല്ലെങ്കിൽ റെലഗേഷൻ സോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ടോട്ടനം ഭയങ്കര മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ മോശം പെർഫോമൻസ് അല്ല, നല്ല പെർഫോമൻസ് കാണിച്ചിട്ടാണ് അവർ പ്രീ ക്വാർട്ടറിൽ എത്തിയത്. പ്രീ ക്വാർട്ടറിന് അപ്പുറം നടക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ മെട്രോപൊളിറ്റോണിൽ വെച്ച് നടന്ന കളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 5-2 ടോട്ടനത്തിന് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഭാഗം നടക്കുന്നത് ടോട്ടനത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. കാണികൾ കളി കാണാനുണ്ടാവും ഒന്നുപോലും അറിയില്ല. എനിവേ ഞാൻ പ്രതീക്ഷിക്കുന്നു സിമിയോണിയുടെ ടീം എന്തായാലും സിമിയോണിയുടെ ടീം എന്തായാലും ടോട്ടനത്തിന് അട്ടിമറി 2-3 ഗോൾ പിന്നെ അടിച്ചിട്ട് തോൽപ്പിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് അട്ടിമറി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ടോട്ടനത്തിൻ്റെ ഫോം അനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ഫലം. ഇനിയിപ്പോൾ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന കിടിലൻ മത്സരങ്ങളൊക്കെയാണ്. അതിലൊന്ന് ചെൽസി ഇറങ്ങുന്നുണ്ട്, പിന്നെ ആഴ്സണൽ ഇറങ്ങുന്നുണ്ട്. ആഴ്സണൽ വേഴ്സസ് ലെവർക്യൂസൻ, ചെൽസി വേഴ്സസ് PSG. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് PSG. ചെൽസി വേഴ്സസ് PSG. പിന്നെ ദി ബിഗ് മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണബ്യൂവിലാണ് കളി നടക്കുന്നത്. വേറെ മത്സരം ബോഡോ ഗ്ലിംസ്, അട്ടിമറി വീരന്മാരായ ബോഡോ ഗ്ലിം വേഴ്സസ് സ്പോർട്ടിംഗ് ആണ്. ഞാൻ അതിലൊരു അട്ടിമറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ബോഡോ ഗ്ലിംസ് കയറാൻ സാധ്യതയുണ്ട്. കാരണം ബോഡോ ഗ്ലിംസ് അട്ടിമറിച്ച ടീമുകളുടെ പേരൊന്ന് സിറ്റിയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് അപ്പേർഡായിട്ടുള്ള ഇന്റർ മിലാനാണ്. പിന്നെ മെട്രോപൊളിറ്റാനോയിൽ പോയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് തോൽപ്പിച്ചിട്ടുണ്ട്. ഇമാതിരി അട്ടിമറികളൊക്കെ നടത്തിയ ബോഡോ ഗ്ലിംസിനെ സ്പോർട്ടിങ്ങിനെ തോൽപ്പിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അട്ടിമറി ഞാൻ മണക്കുന്നുണ്ട് ബോഡോ ഗ്ലിംസിൻ്റെ വഴി. പക്ഷേ സ്പോർട്ടിങ് മോശമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ അതിന് പ്രതികരിക്കും. അപ്പോൾ ആ ഒരു നല്ലൊരു മാച്ചും കൂടി നമുക്ക് ഇന്ന് രാത്രി കാണാം. ഇൻട്രസ്റ്റിംഗ് കളികളാണുള്ളത്. അപ്പോൾ ഇന്നത്തെ മത്സരം കാണാം.